أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. മഹാനായ സ്വഹാബി അബൂ ഉമാമത്തുൽ ബാഹിലി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ലമ്മ നസലത്ത് വല്ലദീന യക്നിസൂന الذهب والفضة, ഈ ആയത്ത് അവതരിച്ചപ്പോൾ സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു പറ്റം ആളുകൾ സ്വർണവും വെള്ളിയും വല്ലാതെ സുരുക്കൂട്ടി വെക്കും. പക്ഷേ അതിന്റെ ഹക്കുകൾ അവർ കൊടുത്തു വീട്ടുകയില്ല. അതിൽ നിന്ന് കൊടുക്കേണ്ട സകാത്തും സദഖയും ഒന്നും കൊടുക്കുകയില്ല. അതാണ് അള്ളാഹുവിന്റെ വഴിയിൽ അത് വേണ്ടുവോളം ചെലവഴിക്കുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ജനങ്ങൾക്ക്, സമൂഹത്തിന്, പാവപ്പെട്ടവർക്ക് നൽകാതെ അത് സുരുക്കൂട്ടി വെക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന ആശയമുള്ള സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനം ഇറങ്ങിയ സന്ദർഭം, ഈ ആയത്ത് അവതരിച്ച ശേഷം ഖാല കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബാദി അസ്ഫാരിഹി, നബി തങ്ങളോടൊപ്പം ഞങ്ങൾ ചില യാത്രയിൽ ഇങ്ങനെ പോവുകയായിരുന്നു. ആ സമയത്ത് ഫഖാല ബഅദു അസ്ഹാബിഹി, ചില സഹാബാക്കൾ പറഞ്ഞു, അൻസല ഫിൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിലും വെള്ളിയിൽ പോലും അല്ലാഹുവിന്റെ വചനം ഇറങ്ങി. ലൗ അലിംനാ അയ്യുൽ മാലി ഖൈർ, നമുക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് ഏറ്റവും നല്ല ധനം, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണെന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഫനത്തഖിദഹു, ആ സമ്പാദ്യത്തെ നമുക്ക് പരിഗണിച്ചാൽ മതിയല്ലോ എന്ന് നമ്മളിൽ ചില ആളുകൾ പറഞ്ഞ സന്ദർഭത്തില് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഖാല അഫ്ളലുഹു, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സമ്പാദ്യത്തിൽ ഏറ്റവും നല്ല സമ്പാദ്യം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് അല്ലാഹു തആല നൽകിയ, ഒരു വിശ്വാസിക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും നല്ല സമ്പാദ്യം അത് സ്വർണമല്ല, അത് വെള്ളിയല്ല. അതാണ് വിശ്വാസിയുടെ ക്വാളിറ്റിയായി, ഏറ്റവും നല്ല സമ്പാദ്യമായി അവൻ പരിഗണിക്കേണ്ടതും സഹാബാക്കളൊക്കെ പരിഗണിച്ചതും. ഏതാണത് ആ സമ്പാദ്യം? ലിസാനുൻ ദാകിർ വഖൽബുൻ ശാകിർ വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി ഖാല റസൂലുള്ളാഹി. എന്താണത്? സഹാബാക്കളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സമ്പാദ്യത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ സമ്പാദ്യം ഏതൊരു വിശ്വാസിക്കും ഉള്ള സമ്പാദ്യമാണ്. ആ സമ്പാദ്യം ഏതൊരു വിശ്വാസിക്കും എപ്പോഴും സ്വരുക്കൂട്ടാൻ പറ്റാവുന്ന സമ്പാദ്യമാണ്. ഒന്ന് ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവാണ്. വഖൽബുൻ ശാകിർ, നന്ദിയുള്ള ഹൃദയമാണ്. വസൗജത്തുൻ മുഅ്മിനത്തുൻ, നല്ല വിശ്വാസമുള്ള ഭാര്യയാണ്. തുഈനുഹു അലാ ഈമാനിഹി, അഥവാ ഈമാനിന്റെ മേലിൽ പരസ്പരം സഹായിക്കുന്ന ദമ്പതിമാരാണ്, ഇണകളും തുണകളുമാണ്. ഇത് ഏതൊരു വിശ്വാസിക്കും സ്വരുക്കൂട്ടാനും സമ്പാദിക്കാനും യോഗ്യമായ ഒന്നാണ്.
അതാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഫ്ളലു നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ദിക്ർ ചൊല്ലുന്ന നാവ്. അതുകൊണ്ട് തന്നെയാണ് ആ ദിക്റിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഘട്ടങ്ങളിലായി അതിന്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറെ അദ്കാറുകളുണ്ട്, കുറെ തസ്ബീഹുകളുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പാദ്യം. അതാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ദിക്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ ദിക്ർ നാളെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ദിക്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്ർ. അങ്ങനെ ധാരാളം അദ്കാറുകൾ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദിക്ർ പതിവാക്കുന്ന സമ്പാദ്യം ദുനിയാവിലും ആഖിറത്തിലും സമ്പാദിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.